അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഏതാ? റെഫർ ടു ദ സർക്യൂട്ട് ഡയഗ്രാം ഗിവൺ. യെസ്, ഇത് സെമി കണ്ടക്ടർ അതും കറണ്ട് ഡെൻസിറ്റിയും കൂടി മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്? ഓക്കെ, കേസ് ഇതാണ്. ഒരു ഫിഗർ തന്നല്ലോ, സർക്യൂട്ട് എന്താണ്ടല്ലോ. എന്നിട്ട് നമ്മളോട് പറയുന്നു സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഈ ഡയോഡ് ഫോർവേഡ് ബയസോ റിവേഴ്സ് ബയസോ. ഇതിന്റെ പി ഭാഗം പോവുകയാണെങ്കിൽ ഇങ്ങനെ കറണ്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് പി ഭാഗം വന്നത്, ഇങ്ങനെ പോസിറ്റീവിലേക്കാണ്. അത് അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്ത് അതിലെങ്ങനെ ഇങ്ങോട്ടല്ലേ. യെസ്, പി മോർ പോസിറ്റീവ് ആണ്, എൻ മോർ നെഗറ്റീവ് ആണ്. അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്. ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ ഇത് ഇല്ല എന്ന് അങ്ങോട്ട് വിചാരിക്കാം. ഡയോഡ് ഇല്ല എന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഒരു വരണ്ടെന്ന് വിചാരിച്ചാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കാൻ ഇത് രണ്ടും പാരലൽ. 4 പാരലൽ, എഫക്റ്റീവ് അപ്പോൾ 2 ഓം. ആ 2 ഓമും 4 സീരീസ്. അപ്പോൾ എഫക്റ്റീവ് ഈസ് ഹൗ മച്ച്? ആർ എഫക്റ്റീവ് ഈസ് ഇക്വൽ ടു 6 ഓം. അതല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? യെസ്, അപ്പോൾ എ ശരിയാണ്. അപ്പോൾ ഇത് തെറ്റാന്ന് ഉറപ്പായി. എ അതിനകത്തില്ല. ഇനി അടുത്തത് കറണ്ട് ഇൻ അമ്മീറ്റർ ഈസ് 1 ആംപിയർ. യെസ്, അപ്പോൾ ഈ അമ്മീറ്ററിലെ കറണ്ട് എന്ന് പറഞ്ഞത് ഇതിലൂടെ പോകുന്ന കറണ്ടാണ്. അത് സർക്യൂട്ടിലെ കറണ്ടാണ്. ആ സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറഞ്ഞത് വി ഡിവൈഡ് ബൈ ആർ എഫക്റ്റീവ്. വി ബൈ ആർ എഫക്റ്റീവ്. വി എത്രയാ? 6 വോൾട്ട്. ആർ എഫക്റ്റീവ് എത്രയാ? 6 ഓം. അപ്പോൾ കറണ്ട് എത്രയാ? 1 ആംപിയർ. അങ്ങനെ പറഞ്ഞാൽ ബി ശരിയാണ്. അപ്പോൾ എയും ബിയും ശരിയുള്ളത്. അപ്പോൾ ഇത് തെറ്റായില്ലേ? ബി ഇല്ലതിൻ്റെ അകത്ത്. ഇനി സി ശരിയാണോ നോക്കിയാൽ മതി. ദ പൊട്ടൻഷ്യൽ അക്രോസ് എ ബി ഈസ് 4 വോൾട്ട്. എ ബി ഏതാ? യെസ്, ഇത് അവിടെ നോക്കിയോ, ഇതാണ് എ ബി. ഇതിന് പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? 2. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ ബി ഈസ് ഈക്വൽ ടു വി എ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എ ബി എന്ന് എഴുതാം. ഐ എത്രയാ? 1 ആംപിയർ അല്ലേ? 1 ആംപിയർ. ആർ എ ബി എത്രയാ? 2. അപ്പോൾ അത് 2 വോൾട്ടാണ് വരിക. അപ്പോൾ അത് തെറ്റിപ്പോയി. അപ്പോൾ സി തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഈസ് വാട്ട്? 1. ഫൈൻ, സിമ്പിൾ കേസ്, അത്രയേ ഉള്ളൂ. ഇനി ബാക്കി വേണം നോക്കിക്കോട്ടോ. പൊട്ടൻഷ്യൽ അക്രോസ് സി ഡി 4 വോൾട്ട് അല്ലേ വരിക? ദാ സി ഡി, ഇതിലൂടെയുള്ള കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് 1 × 4 ദാറ്റ് ഈസ് 4 വോൾട്ട്. വളരെ കറക്റ്റാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് സർക്യൂട്ട് 8 ഓം തെറ്റല്ലേ? നമ്മൾ ആദ്യം 6 പറഞ്ഞിട്ടുണ്ട്.